യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ സമാധാനവും കൃപയും അനുഗ്രഹങ്ങളും നേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും അത്ഭുതകരമായി എഴുന്നള്ളി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ, ജ്ഞാനവും വിവേകവും വെളിച്ചവും എല്ലാ ഹൃദയങ്ങളുടെ മേലും പ്രസരിപ്പിക്കണമേ. സ്വർഗത്തിന്റെ നന്മയും ശക്തിയും കൊണ്ട് ദൈവമക്കളെ നിറയ്ക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ നിമിഷങ്ങളിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള പുതിയ ബോധ്യങ്ങൾ നൽകണമേ. പുതിയ ശക്തി അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പുതിയ സന്തോഷം അവിടുന്ന് നൽകണമേ. പുതിയ സ്നേഹം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. എന്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. കർത്താവിന്റെ ദൂതന്മാരെ കുറിച്ച് പഠിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുകയാണ്. കർത്താവ് തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ ദാസന്മാർക്കും ദാസിമാർക്കും വേണ്ടി നിയോഗിച്ചിരിക്കുന്ന മാലാഖമാരെ കുറിച്ച് പഠിക്കാൻ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അനേക വ്യക്തികൾക്ക് മാലാഖമാരെ കുറിച്ച് അറിഞ്ഞുകൂടാ. അതിനാൽ അവർക്ക് മാലാഖമാരുടെ ഇടപെടലുള്ള അനുഭവം ഉണ്ടാകുന്നില്ല. ഒരു ദിവസം ഒരു വ്യക്തി അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ചുണ്ടത്തുപോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അദ്ദേഹം അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് 10-24 വയസ്സ് പ്രായമുള്ള കാലഘട്ടം, അദ്ദേഹത്തിന്റെ കൂടത്തിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ മറ്റ് 2 പേരോടുകൂടെ അദ്ദേഹം ഒരു സായാഹ്നത്തിൽ തോട്ടുമുഖത്ത് നിന്ന് ചുണ്ടത്തുപോയിലേക്ക് പോവുകയായിരുന്നു. രാത്രിയിൽ സായാഹ്നത്തിൽ ഇരുട്ട് മൂടിയ രാത്രിയിൽ കടന്നു പോകുമ്പോൾ അവർ നടന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ റോഡരികത്തുള്ള ഒരു സ്കൂൾ വരാന്തയിലേക്ക് കയറി വിശ്രമിക്കാമെന്ന് കൂട്ടുകാർ പറഞ്ഞു. അങ്ങനെ അദ്ദേഹവും 2 കൂട്ടുകാരും ആ സ്കൂൾ വരാന്തയിൽ ഇരുട്ടത്ത് വിശ്രമിക്കുകയാണ്. അല്പനേരം ഇരുന്ന് വർത്താനം പറയുകയും വിശ്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 2 പേർക്ക് എന്തോ ഒരു ദുർബുദ്ധി ഉണ്ടായി. അവർ 2 പേരും ഈ പറഞ്ഞ വ്യക്തിയെ ആ സ്കൂളിലുള്ള ഒരു കസേരയിലേക്ക് ഇരുത്തി ടർക്കി കൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്ത് വരിഞ്ഞു മുറുക്കി കസേരയിലേക്ക് വലിച്ചു കെട്ടി അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ തുടങ്ങി. അദ്ദേഹം കൈകാലോട്ട് അടിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വരം പുറത്തു വരാൻ പറ്റാത്ത വിധം ടർക്കി കൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്ത് വരിഞ്ഞു മുറുക്കിയിരുന്നു. അവർ ഈ കസേരയിൽ ഇരുത്തിയിട്ട് പുറകിലേക്ക് കഴുത്ത് വലിച്ചു പിടിച്ച് അങ്ങനെ കുറെ നേരം പിടിച്ച് ശ്വാസം മുട്ടിച്ച് ഈ വ്യക്തി അബോധാവസ്ഥയിലായി. അബോധാവസ്ഥരായ വ്യക്തിയെ ആ സ്കൂൾ വരാന്തയിൽ അവർക്ക് സാധിക്കുന്നത് പോലെ ദ്രോഹിച്ചതിന് ശേഷം അവർ ഇദ്ദേഹം മരിച്ച ഒരവസ്ഥയിൽ, പൂർണ്ണമായി നിശ്ചലമായ ഒരവസ്ഥയിലെത്തിയപ്പോൾ അവിടെ ഇട്ടിട്ട് സ്ഥലം വിട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞു. ഈ വ്യക്തി അബോധാവസ്ഥയിൽ അങ്ങനെ കിടക്കുകയാണ്. എന്നാൽ ഈ വ്യക്തിയെ കഴുത്തിൽ തർക്കിയിട്ട് മുറുക്കിയവർ വിചാരിച്ചത് ഈ വ്യക്തി മരിച്ചു എന്നാണ്. ഈ വ്യക്തി മണിക്കൂറുകൾ അബോധാവസ്ഥയിൽ ആ വരാന്തയിൽ കിടന്നു. അദ്ദേഹം പറയുന്നതിന് പ്രകാരമാണ്, കുറെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വളരെ സുന്ദരരൂപിയായ ഒരു വ്യക്തി, 2 ചിറകുകൾ ധരിച്ചൊരു വ്യക്തി സാവകാശം ഈ മനുഷ്യന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ആ വ്യക്തി തന്റെ ചിറകുകൾ കൊണ്ട്, ഇടതും വലതുമുള്ള തന്റെ ചിറകുകൾ കൊണ്ട് വളരെ സോഫ്റ്റായി, വളരെ ജെന്റിലായി, വളരെ മൃദുലമായി ഇരുവശങ്ങളിലും തട്ടി അങ്ങനെ കുറെ നേരം ചിറകുകൾ കൊണ്ട് പതുക്കെ തട്ടി ഈ മനുഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ മാലാഖയുടെ ചിറകടി വീണ്ടും ഏറ്റുവാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ചിറകടി സ്പർശനത്തിന് പ്രത്യേകമായ അനുഭവം ഉണ്ടായപ്പോൾ ഈ മനുഷ്യന് ജീവൻ തിരിച്ചു കിട്ടി, ബോധം തിരിച്ചു കിട്ടി. ആ മനുഷ്യൻ ബോധമുള്ളവനായി എഴുന്നേറ്റിരുന്നു.
അപ്പോൾ രാത്രി 1 മണി 2 മണി കഴിഞ്ഞ സമയമായിരുന്നു. നിലാവ് ഉദിച്ചിരിക്കുന്ന സമയം. അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ്, അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തും ശരീരം മുഴുവനും മുറിവുകളും ചോര ഒലിക്കുന്ന അവസ്ഥയും അദ്ദേഹത്തിന്റെ നോർമൽ സ്റ്റേജ് ശരിക്കും കിട്ടാത്ത വിധത്തിൽ ഈ മങ്ങിച്ചൊരവസ്ഥ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. എങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞ് ആ രാത്രി സ്വന്തം ഭവനത്തിൽ എത്തിച്ചേർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ രാത്രി അദ്ദേഹം സ്വന്തം ഭവനത്തിൽ എത്തിയപ്പോൾ ബാക്കിയുള്ളവർ അദ്ദേഹത്തെ ചികിത്സിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. അദ്ദേഹം ഇന്ന് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് രാത്രി അദ്ദേഹത്തിന് വേണ്ടി ദൈവത്തിന്റെ ഒരു ദൂതൻ ഇറങ്ങി പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ആദ്യം എനിക്ക് പ്രകടമായ ഒരു വിശ്വാസാനുഭവം ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചു അതൊരു പക്ഷേ ആ വ്യക്തിക്കുണ്ടായ ഒരു തോന്നലോ ഒരു പ്രത്യേക തരത്തിൽ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കാം. അതൊരു ദൂതന്റെ ഇടപെടലാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ആദ്യമേ പ്രയാസം തോന്നി. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ അപ്പോസ്തല പ്രവർത്തനത്തിൽ 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് കൊണ്ടുപോയി. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളിൽ അപ്പോസ്തല പ്രമുഖനായ പത്രോസ് അപ്പോസ്തലനുണ്ടായ അനുഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അക്കാലത്ത് ഹെരോദോസ് രാജാവ് അപ്പോസ്തലന്മാരെ പീഡിപ്പിക്കാൻ തുടങ്ങി. യാക്കോബിനെ വാളിനിരയാക്കി. ഇത് യഹൂദന്മാരെ സന്തോഷിപ്പിച്ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പത്രോസിനെയായ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചു. 4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങളെ ഈ അപ്പോസ്തല പ്രമുഖന് വേണ്ടി കാവലിന് ഏർപ്പെടുത്തി. അങ്ങനെ പട്ടാളത്തിന്റെ കാവലിൽ കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസ് അപ്പോസ്തലൻ ചങ്ങലകളാൽ ബന്ധിതനായി കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. പത്രോസ് അപ്പോസ്തലനെ പൊതുവിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതിന് തലേ രാത്രി വലിയൊരു ദൈവിക ഇടപെടൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകി. പൊതുവിചാരണയ്ക്ക് കൊണ്ടുവരുന്ന തലേ രാത്രി ചങ്ങലകളാൽ ബന്ധിതനായി കാവൽക്കാരുടെ മധ്യേ പത്രോസ് അപ്പോസ്തലൻ ജയിലറയ്ക്കുള്ളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ ഇറങ്ങി ഈ അപ്പോസ്തലന്റെ സമീപത്തേക്ക് വന്നു. അപ്പോസ്തലന്റെ പാർശ്വത്തിൽ തട്ടി ഈ ദൂതൻ അപ്പോസ്തലനായ പത്രോസിനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിലുള്ള ചങ്ങലകൾ മുറിഞ്ഞു വീണു. ആ ദൈവദൂതൻ അപ്പോസ്തലനോട് പറഞ്ഞു, എഴുന്നേൽക്കുക, പാദരക്ഷകൾ ധരിക്കുക, മേലങ്കി എടുത്തണിയുക, എന്റെ പിന്നാലെ വരിക. കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തക്ക വിധമുള്ള ജ്ഞാനവും വെളിവും വിവേകവുമുള്ള സാന്നിധ്യങ്ങളാണ് മാലാഖമാരുടെ സാന്നിധ്യങ്ങൾ. അത് മനുഷ്യരെ പോലെ സംസാരിക്കുന്നു, അത് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. എഴുന്നേൽക്കുക, പാദരക്ഷകൾ ധരിക്കുക, മേലങ്കി എടുത്ത് അണിയുക, എന്റെ പിന്നാലെ വരിക. അങ്ങനെ അപ്പോസ്തലനെ കൂട്ടി ഈ ദൂതൻ യാത്ര തുടർന്നു. ഈ ദൂതൻ 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ കാവൽസ്ഥാനങ്ങൾ പിന്നിട്ടു. നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലേക്ക് വന്നു. ഇവരുടെ സാന്നിധ്യം മാത്രമേ തന്നെ ഈ മാലാഖ കടന്നു വന്നപ്പോൾ തന്നെ ഇരുമ്പ് കവാടങ്ങൾ, എല്ലാ കവാടങ്ങളും, ബന്ധിക്കപ്പെട്ടിരുന്ന മുഴുവൻ കവാടങ്ങളും തനിയെ തുറന്നു. വലിയ അത്ഭുത പ്രവർത്തന ശക്തിയോടുകൂടെയാണ് മാലാഖമാർ നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി വരുന്നത്. ഇതാ അപ്പോസ്തലൻ ഈ മാലാഖയുടെ കൂടെ നടന്നപ്പോൾ അവർ ചെന്ന എല്ലാ കവാടങ്ങളിലും ഇരുമ്പ് വാതിലുകൾ അവർക്ക് വേണ്ടി തനിയെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ലോകമാണ് ദൈവദൂതന്മാരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ നമ്മൾ കാണുന്നത്. അങ്ങനെ അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഇത് ഒരു സ്വപ്നമാണെന്ന, ഒരു ദർശനം മാത്രമാണെന്നേ കരുതിയുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് അപ്പോഴും പത്രോസ് അപ്പോസ്തലൻ ധരിച്ചിട്ടില്ല. അങ്ങനെ ഇരുമ്പ് കവാടങ്ങൾ കടന്ന് നഗരത്തിലേക്കുള്ള നഗരത്തിലേക്കുള്ള പാതയിലേക്ക് പ്രവേശിച്ച് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ദൂതൻ അപ്രത്യക്ഷനായി. അപ്പോഴാണ് ഒരു ദൂതൻ ഇടപെട്ട് തന്നെ ഇത്രയും ദൂരം കൊണ്ടുവന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ മനസ്സ് ബോധ്യപ്പെട്ടത്, പൂർണ്ണ ബോധവാനായി മാറിയത്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തെ പ്രകാരം പഠിപ്പിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവൻ പറഞ്ഞു, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദോസിന്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ്
അത്ഭുത പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന, അപ്പോസ്തലന്മാരുടെ കരങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വലിയ അത്ഭുതങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോഴും ദൈവദൂതന്മാരുടെ പ്രവർത്തനങ്ങൾ അപ്രസക്തമല്ല. എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് ദൈവദൂതന്മാരെന്ന്. എന്നാൽ എന്റെ ധാരണയെ മാറ്റിക്കുറിച്ചത് അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായവും അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 19-ാം വാക്യവുമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിപ്രബലമാവത് നിറഞ്ഞു നിന്ന കാലഘട്ടത്തിലാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ ശുശ്രൂഷകരുടെ കരങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഇതുപോലെ ശക്തമായി ദൈവദൂതന്മാരുടെ ഇടപെടലുകളും അവരുടെ കൂടെ കാണുന്നത്. എന്താ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള അത്ഭുതം മാത്രം പോരായിരുന്നോ? എന്താ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ശക്തി സംരക്ഷണം മാത്രം പോരായിരുന്നോ? എന്താ ദൈവത്തിന്റെ ദൈവിക സംരക്ഷണ ശക്തി, നേരിട്ടുള്ള പിതാവായ ദൈവത്തിന്റെ സംരക്ഷണ ശക്തി മാത്രം പോരായിരുന്നോ? അതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളൊന്നും ബൈബിളിൽ കാണാനില്ല. ഏതായാലും ദൈവവചനം വിശ്വാസപൂർവ്വം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന്റെ പരിപാലനയുടെ ഒരു വലിയ മേഖലയാണ് ദൈവദൂതന്മാരുടെ ഇടപെടലുകളും ദൈവദൂതന്മാരുടെ സാന്നിധ്യവും. അതുകൊണ്ടാണ് ബാറൂക്കിന്റെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യത്തെ പറഞ്ഞത്, എന്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവനെ കാത്തു സൂക്ഷിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ 5-ാം അധ്യായം 19-ാം വാക്യം. അപ്പോസ്തലന്മാരെ മുഴുവൻ അസൂയ പൂണ്ട പ്രധാന പുരോഹിതന്മാരും സദുക്കായ വിഭാഗവും ചേർന്ന് ബന്ധിച്ച് ജയിലറയ്ക്കുള്ളിൽ പൂട്ടി അവരെ പൊതു കാരാഗൃഹത്തിൽ അടച്ചു. എന്നാൽ ആ രാത്രി ദൈവദൂതൻ ഇറങ്ങി അവരുടെ ചങ്ങലകൾ പൊട്ടിച്ച് അപ്പോസ്തലന്മാരെ ആ രാത്രി ജയിലറയുടെ വാതിലുകൾ തുറന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവദൂതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ജനക്കൂട്ടത്തോട് നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുക. നിങ്ങൾ പോയി നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുക എന്ന് അപ്പോസ്തലന്മാരെ ചുമതലപ്പെടുത്തി ദൈവദൂതൻ വന്ന് ജയിലറയ്ക്കുള്ളിൽ നിന്ന് അപ്പോസ്തലന്മാരെ പുറത്തു കൊണ്ടുവന്ന് ശുശ്രൂഷ വേദികളിലേക്ക് പറഞ്ഞയക്കുന്ന രംഗമാണ് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാലാഖമാരുടെ സാന്നിധ്യം ഒരു യാഥാർത്ഥ്യമാണ്. മാലാഖമാരുടെ ഇടപെടൽ ഒരു യാഥാർത്ഥ്യമാണ്. മാലാഖമാരുടെ അടുപ്പവും മാലാഖമാരുടെ ഇടപെടലും ബൈബിൾ പ്രകാരമുള്ള ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഇത് വിശുദ്ധ ലിഖിതത്തിന്റെ പ്രബോധനമാണ്. ദൈവം ഓരോ വ്യക്തിക്കും, ഓരോ പ്രദേശത്തിനും, ഓരോ സമൂഹത്തിനും, ഓരോ ദേശത്തിനും, ഓരോ പ്രസ്ഥാനത്തിനും ദൂതന്മാരെ, കാവൽ ദൂതന്മാരെ നിയോഗിക്കുന്നുണ്ട്. ഓരോ വ്യക്തിക്കും, ഓരോ വീടിനും കാവൽ ദൂതന്മാരുണ്ട്. ഓരോ ഇടവകയ്ക്കും കാവൽ ദൂതന്മാരുണ്ട്. ഓരോ രാജ്യത്തിനും കാവൽ ദൂതന്മാരുണ്ട്. ഇസ്രായേലിന്റെ കാവൽ ദൂതനാണ് മിഖായേൽ ദൂതൻ. ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ആത്മീയ സത്യമാണത്. ഓരോ രാജ്യത്തിനും കാവൽ ദൂതന്മാരുണ്ട്. എന്റെയും നിങ്ങളുടെയും കൂടെയുള്ള കാവൽ ദൂതന്റെ സാന്നിധ്യവും സംരക്ഷണവും കൊണ്ട് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛന്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഇവിടെ അട്ടപ്പാടിയിലുള്ള സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടുക്കിയിൽ നിന്ന് ഒരുപാട് താല്പര്യത്തോടെ ഒരു ഫാമിലി ധ്യാനം കൂടാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ആ ഫാമിലി അങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ 2-ാമത്തെ ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസത്തിൽ അവരുടെ കുഞ്ഞു പൈതലിന് ഒരു പനിയും ഛർദിയും ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കുടുംബത്തിലെ വീട്ടമ്മ ഈ കുഞ്ഞിനോടുകൂടെ ആശുപത്രിയിൽ 3-ാം ദിവസവും 4-ാം ദിവസവും ചെലവഴിക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ള മുഴുവൻ ആളുകളും സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈ വീട്ടമ്മ കുഞ്ഞിനോടൊപ്പം തൊട്ടടുത്തുള്ള ഊക്കപ്പാളയം ഹോസ്പിറ്റലിൽ കുഞ്ഞിനോടൊപ്പം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 4-ാം ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം ആയപ്പോൾ അഭിഷേക പ്രാർത്ഥനയെക്കുറിച്ച് അറിയിപ്പ് അവർക്ക് കിട്ടി. ഈ വീട്ടമ്മ സങ്കടത്തോടെ പറഞ്ഞു, കർത്താവേ, 2 ദിവസം നന്നായി ധ്യാനം കൂടിയതാണ്, എന്നാൽ ഈ അവസാനത്തെ അഭിഷേക പ്രാർത്ഥനയ്ക്ക് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. ഞാനും കുഞ്ഞു മാത്രം ഇവിടെയായി, ബാക്കിയുള്ള എല്ലാവരും അഭിഷേക പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്. ആ വീട്ടമ്മ സങ്കടത്തോടെ പറഞ്ഞ് ജപമാല കൈകളിലെടുത്ത് 6:30 സമയമായപ്പോൾ ജപമാല കൈകളിലെടുത്ത് ആ ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിന്റെ ബെഡിന്റെ അരികിൽ നിന്ന് ജപമാല ഭക്തിപൂർവ്വം ജപിക്കാൻ തുടങ്ങി. വൈകുന്നേരം, വ്യാഴാഴ്ച വൈകുന്നേരം, 4-ാം ദിവസം വൈകുന്നേരം ആരാധന ആരംഭിക്കുകയാണ്. അഭിഷേക ആരാധന ആരംഭിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ കുട്ടിയും അമ്മയും ആ ഹോസ്പിറ്റലിലാണ്. അവിടെ നിന്ന് ഭക്തിപൂർവ്വം ജപമാല ചൊല്ലി ഏതാണ്ട് ഒരു ജപമാല പൂർത്തിയാകുന്ന സമയം ഈ വീട്ടമ്മ ഒരു ദർശനത്തിൽ ആണ്ടുപോയി. ആ ദർശനത്തിൽ ഒരുപാട് വിവിധ വർണ്ണങ്ങളുള്ള സുന്ദര രൂപികളായ
സുന്ദര രൂപികളായ ഒരുപാട് സാന്നിധ്യങ്ങൾ സെഗിയോന്റെ കോമ്പൗണ്ട് മുഴുവൻ നിറഞ്ഞു നിന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടിയും ആർത്തുപാടിയും വലിയ ആഹ്ലാദത്തോടെ ചാടി കുറഞ്ഞും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഒരു ദർശനത്തിൽ ഈ സഹോദരി കണ്ടു. സഹോദരി അത്ഭുതം കൂടി ആ ദർശനത്തിൽ മുഴുകി നിന്നു. അപ്പോൾ ഈ കുഞ്ഞു മാലാഖമാർ ഇങ്ങനെ ഈ സെഗിയോന്റെ കോമ്പൗണ്ട് മുഴുവൻ നിറഞ്ഞു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാഴ്ച കണ്ടപ്പോൾ സന്തോഷത്തോടെ നിന്ന ഈ സഹോദരിയുടെ എല്ലാ അനുഭവങ്ങളെയും മാറ്റിമറിക്കുന്ന മറ്റൊരു ദർശനം തുടർന്നുണ്ടായി. ഈ മാലാഖമാരുടെ മധ്യത്തിലേക്ക് വളരെ ശക്തനായ വലിയൊരു മാലാഖയുടെ സാന്നിധ്യം തുടർന്ന് കാണുമാറായി. ആ മാലാഖ വന്നു നിന്നതും സെഗിയോന്റെ കോമ്പൗണ്ട് മുഴുവൻ മൂടിപ്പോയി. അത്രയ്ക്കും വലുപ്പത്തിലുള്ള ഒരു മാലാഖയുടെ സാന്നിധ്യം ആ സഹോദരി കണ്ടു. ആ ക്ഷണത്തിൽ തന്നെ സഹോദരി വേർത്ത് കുളിച്ചു. അത്രയ്ക്കും ഉന്നതമായ ദർശനമായിരുന്നു അത്. സഹോദരി നോക്കുമ്പോൾ സഹോദരി മാത്രമല്ല, പനി പിടിച്ച് വളരെ ഉൾപ്പനിയോടുകൂടെ കടന്നിരുന്ന, വളരെ ക്ഷീണത്തിൽ കടന്നിരുന്ന സഹോദരി കുഞ്ഞും കിടക്കയിൽ കിടന്ന് വേർത്ത് പൊളിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ പനി പരിപൂർണമായി വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ തന്നെ ആ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് അങ്ങനെ ഈ വീട്ടമ്മയും ആ കുഞ്ഞുങ്ങളെ അന്ന് രാത്രി സെഗിയോ ധ്യാനകേന്ദ്രത്തിൽ നടന്ന അഭിഷേക ആരാധനയിൽ പങ്കുചേർന്നു. സമാപന ആരാധനയിൽ പങ്കുചേർന്നു. വലിയ ദൈവാനുഗ്രഹത്തിന്റെ ഉടമസ്ഥന്മാരായി അവർ മാറി. ആ കുടുംബം ദൈവത്തെ മനം തുറന്ന് ആരാധിക്കുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് ഈ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഞാൻ കണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാലാഖമാരുടെ സാന്നിധ്യം ഒരു യാഥാർത്ഥ്യമാണ്. ആർക്കാണ് മാലാഖമാരുടെ സാന്നിധ്യം ലഭിക്കുന്നത്? പാപത്തിൽ കൊണ്ടുകിടക്കുന്നവർക്ക് മാലാഖമാരുടെ സാന്നിധ്യം ലഭിക്കുന്നതിന് ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. പാപത്തിന്റെ വഴികളിലൂടെ തന്നെ തഴങ്ങിയവർക്ക് മാലാഖമാരുടെ സാന്നിധ്യം കാണുകയും മാലാഖമാർ ഇടപെടുകയും ചെയ്യുന്നതിന് ശ്രദ്ധപ്പെട്ടിട്ടില്ല. അവരുടെ കൂടെ മാലാഖമാരുണ്ടായിരിക്കാം, പക്ഷെ മാലാഖമാരുടെ അനുഭവം അവർക്കില്ല. ബൈബിൾ മുഴുവൻ പഠിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? നന്നായി പ്രാർത്ഥിക്കുന്നവരുടെ അടുത്താണ് മാലാഖമാർ വളരെ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്നത്. ഒത്തിരി വിശുദ്ധിയുള്ളവരുടെ അടുത്ത് മാലാഖമാർ നന്നായി ഇടപെടുന്നത് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിന്റെ അടിമകളായിരിക്കുന്നവർ പാപപേക്ഷിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ കൂടെ എപ്പോഴും മാലാഖമാരുണ്ട്. പാപപേക്ഷിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ കൂടെ എപ്പോഴും മാലാഖമാരുണ്ട്. അവർ പ്രകടമായി ഇടപെടുകയും അത്ഭുതങ്ങൾ ചെയ്തു പോലും അവരെ നയിക്കുകയും ചെയ്യുന്നത് നമുക്ക് വിശുദ്ധ ലേഖനങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുവാൻ സാധിക്കും. പാപമില്ലാതെ നിർമ്മലമായി വിശുദ്ധമായി ജീവിച്ചൊരു കുടുംബം ബൈബിളിലുണ്ട്. അതാണ് തോബിത്തിന്റെ കുടുംബം. തോബിത്തിന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഈ ആത്മീയ ദൂതാണ് വെളിപ്പെടുത്തുന്നത്. തോബിത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഒത്തിരി വിശുദ്ധമായി ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചു തോബിയാസിന് ദൂര സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടേണ്ട ആവശ്യം വന്നു. സാമ്പത്തികമായ ചില കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി കൊച്ചു തോബിയാസിനെ വളരെ വിദൂരത്തേക്ക് അയക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അപ്പനായ തോബിത്ത് പ്രത്യാശ അർപ്പിക്കുന്നത് ദൈവദൂതന്മാരുടെ സംരക്ഷണത്തിലാണ്. ദൈവദൂതന്മാരുടെ സംരക്ഷണത്തിലാണ് തോബിത്ത് വിശ്വാസം അർപ്പിക്കുന്നത്. അങ്ങനെ ദൈവദൂതന്മാരുടെ സംരക്ഷണത്തെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന തോബിത്ത് കൊച്ചു തോബിയാസിനെ നല്ലൊരു സഹയാത്രയിലൂടെ യാത്രയാക്കാൻ സന്നദ്ധനായി മുന്നോട്ട് വന്നു. അപ്പോൾ കൊച്ചു തോബിയാസിന്റെ അമ്മ അന്ന തോബിത്തിനോട് പറഞ്ഞു, എന്തിനാ എന്റെ മോനെ ഇത്രയും ദൂരത്തേക്ക് ഇങ്ങനെയൊക്കെ അയക്കുന്നത്? നമുക്കുള്ളത് കൊണ്ട് കഴിഞ്ഞാൽ പോരെ. അപ്പോൾ കൊച്ചു തോബിയാസിനെ തന്റെ സ്വന്തം മോനെ യാത്ര അയക്കുന്ന അപ്പൻ തന്റെ ഭാര്യ അന്നയോട് ഹൃദയത്തിലുള്ള വിശ്വാസം പങ്കിടുന്നത് തോബിത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യത്തിലുണ്ട്. അവൻ പോകട്ടെ, അവനൊരു കുറവ് വരില്ല, അവൻ സുരക്ഷിതനായി മടങ്ങി വരുന്നത് നീ കാണും. കാരണം ഒരു നല്ല ദൂതൻ അവനോടൊത്ത് യാത്ര ചെയ്യും. അവന്റെ യാത്ര മംഗളകരമായിരിക്കും. സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും. അവൾ കരച്ചിൽ നിർത്തി. പൊട്ടിക്കരഞ്ഞ് അമ്മ യാത്ര നടന്നുണ്ടാക്കാൻ വേണ്ടി തോബിത്തിന്റെ അടുത്ത് വന്ന് തോബിയാസിനെ വിടണ്ട, അവനെ ഒറ്റയ്ക്ക് വിടണ്ട എന്ന് പറഞ്ഞപ്പോൾ തോബിത്ത് തന്റെ ഇത്രയും കാലത്ത് അനുഭവത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ പോയി മംഗളകരമായി തിരിച്ചു വരും. കാരണം ഒരു നല്ല ദൂതൻ അവനോടുകൂടെ യാത്ര ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, നിങ്ങളുടെ വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ, നിങ്ങൾ ഓരോരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു നല്ല ദൂതൻ നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാനുണ്ടാവും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ പാപപേക്ഷിച്ച ഒരു വ്യക്തിയാണോ? നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടിമയായ ഒരു വ്യക്തിയാണോ? എങ്കിൽ ഒരു നല്ല ദൂതൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെ രാത്രിയും പകലും ഒരു നല്ല ദൂതന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ആവശ്യ സമയത്തെല്ലാം ആ ദൂതൻ നിങ്ങളെ സഹായിക്കും.
ദൈവം നൽകിയിരിക്കുന്ന ദൂതൻ മനുഷ്യനെ സഹായിക്കാനും നയിക്കാനും ഉപദേശിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനും ജീവനെ കാത്തു സൂക്ഷിക്കാനും നിയോഗമുള്ള അധികാരമുള്ള ദൂതനാണ്. അതിനുവേണ്ടി അത്ഭുതങ്ങൾ ചെയ്യേണ്ടി വന്നാൽ അത്ഭുതങ്ങൾ ചെയ്യാനും ഈ ദൂതന് അധികാരമുണ്ടെന്ന് ബൈബിൾ പ്രകാരം കാണുകയാണ്. ഒരു ദിവസം ഈ കാര്യം മനസ്സിലാക്കിയപ്പോൾ എന്റെ സ്നേഹിതനായ ഒരച്ഛൻ പാലക്കാട് രൂപതയിലെ കുറവമ്പാടി പള്ളിയിൽ ഈ കാര്യത്തെക്കുറിച്ച് ഉത്ബോധിപ്പിച്ചു. അതിനുശേഷം ആ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ പള്ളിയിൽ കിടന്ന് കരച്ചിലും ബഹളവും ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഞായറാഴ്ച നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങളെ കാവൽമാരാകെ ഏൽപ്പിച്ചിട്ട് പറയണം, കാവൽമാരാകെ ഇന്ന് പള്ളിയിൽ വെച്ച് കരച്ചിലും ബഹളവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കണം, ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരച്ചിലും ബഹളം ഉണ്ടാക്കാൻ പാടില്ല. നല്ല ഒതുങ്ങിയിരുന്ന് വിശുദ്ധ ബലി അർപ്പിക്കാൻ തക്കവിധം ഈ കുഞ്ഞുങ്ങളെ മാലാഖമാരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് വെളുപ്പിനെ ഞായറാഴ്ച പള്ളിയിൽ വരുന്നതിന് മുമ്പ് തന്നെ കാവൽ മാലാഖമാരെ ചുമതലപ്പെടുത്തി ഏൽപ്പിക്കുക. അങ്ങനെ കുറവമ്പാടി ഇടവകയിലെ അമ്മച്ചിമാർ പലരും അങ്ങനെ ചെയ്തു. പിറ്റേ ഞായറാഴ്ച അത്ഭുതമുണ്ടായി. ഇടവക ദേവാലയം ബലിയർപ്പിക്കുമ്പോൾ പതിവ് ബഹളം വെച്ചിരുന്ന പല കുട്ടികളും അന്ന് അടങ്ങി ഒതുങ്ങി വളരെ ഭക്തി, വളരെ വിശ്വാസത്തിൽ, വളരെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച ആ ഇടവക ദേവാലയത്തിൽ ഉണ്ടായി. ദൈവത്തിന്റെ നിയോഗമുള്ളവരാണ് കാവൽദൂതന്മാർ. എനിക്ക് നിങ്ങൾക്കും ഓരോ കാവൽദൂതന്മാരുണ്ട്. ഈ കാവൽദൂതന്മാര് നാം പ്രാർത്ഥിക്കുന്തോറും അവരുടെ അനുഭവം പ്രകടമായി നമുക്ക് അനുഭവപ്പെടാൻ തക്കവിധം നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ യുക്തിയെയും ഞങ്ങളുടെ ബുദ്ധിയെയും അതിശയിക്കുന്ന വിശ്വാസത്തിന്റെ അഭിഷേകം കൊണ്ട് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു താങ്ങായി, സംരക്ഷണമായി, കൂട്ടായി, തണലായി അങ്ങ് ഞങ്ങൾക്ക് നിയോഗിച്ചെന്നിരിക്കുന്ന മാലാഖമാരെ കുറിച്ച് കൂടുതൽ അറിയാൻ, അവരെ കൂടുതൽ സ്നേഹിക്കാൻ, ദൈവദൂതന്മാരുടെ സാന്നിധ്യത്തിന്റെ സംരക്ഷണം അനുഭവിച്ച് സന്തോഷിച്ച് ദൈവത്തിൽ ആനന്ദിക്കുന്നവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. കുളക്കരയിൽ വിവശനാം തളർവാത രോഗിയാണു ഞാൻ. സഹായഹസ്തങ്ങൾ നീട്ടുവാൻ പോലും ആരുമില്ലാതെ കേഴുന്നു ഞാൻ. നിരാലംബനായി കേഴുന്നു ഞാൻ. സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ. സങ്കീർത്തന പുസ്തകത്തിൽ 34 അധ്യായത്തിൽ 7 തിരുവചനം, ദൈവദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 18 അധ്യായത്തിൽ 10 വാക്യം ഈശോ പഠിപ്പിച്ചു, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ പിതാവിന്റെ മുഖം സദാ ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുമായിരിക്കുന്നിടത്ത് കർത്താവിന്റെ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. ഈ ആരാധനയുടെ സമയത്ത് ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്.
പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കൂടുതൽ കൂടുതൽ ദൈവദൂതന്മാരുടെ സാന്നിധ്യം അനുഭവപ്പെടും. നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ പറ്റാത്ത വിധം ക്ഷീണിച്ച അവസ്ഥയിലാണോ മക്കളെ? ദൈവദൂതന്മാർ പ്രാർത്ഥനയിൽ സഹായിക്കുന്നവരാണ്. നിങ്ങളുടെ വേദനകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ, പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ ദൈവദൂതന്മാർ ദൈവമക്കളെ സഹായിക്കുന്നു. നിങ്ങളുടെ ബലഹീനതകളും വേദനകളെല്ലാം ഇപ്പോൾ ദൈവസന്നിധി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. കർത്താവിന്റെ ദൂതന്മാരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഇപ്പോൾ ഈ ആരാധനയുടെ സമയത്ത് നിങ്ങളുടെ ദുഃഖങ്ങളും കണ്ണുനീരും വേദനകളെല്ലാം ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് സ്തുതിക്കുന്നു. സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ.